അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യമനിൽ വധകുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിലകപ്പെട്ട സഹോദരി നിമിഷപ്രിയ അവരുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇടപെടുകയും വളരെ ഫലപ്രദമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സാധിക്കാത്ത ഒരു കടമ്പയായിരുന്നു വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി സംസാരിക്കുക എന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദ് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമർ ബിൻ ഹഫീദ് തങ്ങൾ ആഗോളതലത്തിൽ പ്രസിദ്ധനായ സൂഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദാറുൽ മുസ്തഫ എന്ന ലോകപ്രസിദ്ധമായ കലാലയം അവിടെ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ദാറുൽ മുസ്തഫയിൽ പോയി പഠിക്കുകയും പഠനം പൂർത്തീകരിച്ച് തിരിച്ചു വന്നവരും അതോടൊപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലും പുറത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഉസ്താദുമായിട്ട് വളരെ വലിയ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. പലപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കോൺഫറൻസുകളിലൊക്കെ സംസാരിക്കുകയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്ത ഒരു വലിയ പണ്ഡിതനാണ് ഉമർ ഹഫീദ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദിനെ ശൈഖുന കാന്തപുരം ഉസ്താദിനെ ഗുരുതുല്യനായിട്ടാണ് കാണുന്നത്. വളരെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവറുകൾ ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഇല്ലാത്ത വലിയ പ്രതീക്ഷയിൽ കേരളം, ഇന്ത്യ ഒട്ടാകെ, കേരളീയ മലയാളി സമൂഹം ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. യമനിലെ സാഹചര്യം നമുക്കറിയാം. അവിടെ രാഷ്ട്രീയ അസ്ഥിരതത്വം പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഗവൺമെൻറ് തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾക്ക് പരിധിയുമുണ്ട്. എന്നാൽ യമനി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള മഹാവ്യക്തിത്വമാണ് ഉമർ ഹഫീദ് തങ്ങൾ. അദ്ദേഹം നേരിട്ടിടപെട്ട് കുടുംബങ്ങളുമായി സംസാരിച്ച് ദിയാദിനം സ്വീകരിച്ചോ മറ്റോ വധശിക്ഷയിൽ നിന്നും ഇളവ് നൽകണമെന്ന് കുടുംബങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നമുക്ക് അവസാനമായി കിട്ടുന്ന വാർത്ത പ്രകാരം അനുകൂലമായിട്ടാണ് കുടുംബങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഇസ്ലാം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. ഖുർആൻ പറയുന്ന ഒരു വാചകം ഞാൻ ഇവിടെ ഓതിക്കേൾപ്പിക്കാം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഏതെങ്കിലും ഒരു വ്യക്തിയെ അകാരണമായി വധിച്ചാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ വരാൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ, ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഈ ഭൂഗോളത്തെ മുഴുവൻ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടവനെ പോലെയാണ് എന്നാണ് ഖുർആനിൻ്റെ നിലപാട്. ഒരാളെയും അകാരണമായി മർദ്ദിക്കുവാനോ കൊലപ്പെടുത്തുവാനോ പാടില്ല. മനുഷ്യജീവന് വളരെ വലിയ വിലയാണ് ഇസ്ലാം നൽകുന്നത്. ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അതിന് പരിഹാരമായി മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യജീവനെ അപഹരിച്ച ശേഷം അയാളെ കുറെ ജയിലിൽ അടച്ചത് കൊണ്ട് അതിന് പരിഹാരമാവുകയില്ല. ഇസ്ലാം വധശിക്ഷയ്ക്ക് 3 ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഒന്ന് ഖിസാസ് എന്ന് പറയും, അദ്ദേഹത്തെ പകരം വധിക്കുക എന്ന്. അതിനുള്ള ശിക്ഷ, ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ പകരം കൊലപാതകിയെയും തിരിച്ചു കൊല്ലുക എന്നതാണ് ഇസ്ലാം കാണുന്നത്. അവിടെ പിന്നെ മറ്റു 2 ഓപ്ഷൻ ഇസ്ലാം വെച്ചിട്ടുള്ളത്, ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾക്ക് അവിടെ ഇടപെടാനുള്ള അവസരം കൊടുക്കുന്നു. കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക വാങ്ങിച്ച് പ്രതിക്ക് മാപ്പ് നൽകാം, നഷ്ടപരിഹാര തുക വാങ്ങിക്കാതെയും മാപ്പ് നൽകാം എന്നുള്ളതാണ്. ഈ ഒരു സിസ്റ്റമാണ് യമനിൽ ഫോളോ ചെയ്തു വരുന്നത്. നിയമത്തിന് മുമ്പിൽ കൊലപാതകിയായി നിൽക്കുന്ന ആ സഹോദരിയെ പകരം വധിക്കുക എന്നതാണ് അവിടുത്തെ കോടതി വിധി പുറപ്പെടുവിച്ചത്. നാളെ 16-ാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്.
ഇനി ഒരേ ഒരു മാർഗം ആ കുടുംബങ്ങൾ ഇടപെട്ട് അവരിൽ നിന്നും ദിയാദനം സ്വീകരിച്ചോ മറ്റോ മാപ്പ് നൽകുക എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യജീവന് വളരെ വലിയ വിലയാണ് ഇസ്ലാം നൽകുന്നത്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ എന്ന് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ കാണാൻ കഴിയും. അഥവാ ഈ ഭൂമി ലോകത്തുള്ള എല്ലാം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മത്സ്യങ്ങൾ മനുഷ്യന് വേണ്ടി പിടിക്കാം, കഴിക്കാം. അതുപോലെ കോഴിയെ മനുഷ്യന് വേണ്ടി അറുക്കാം, മൃഗങ്ങളെ മനുഷ്യന് വേണ്ടി അറുക്കാം. ഇതെല്ലാം എല്ലാ ജനങ്ങളും ഒരുപോലെ ഉപയോഗിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ ആരോഗ്യത്തിനുമാണ് ഈ പ്രകൃതിയെ അല്ലാഹു തആല, പ്രകൃതിയുടെ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യനും അകാരണമായി കൊല്ലപ്പെടുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവുമാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ വളരെ വിശാലമായ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുമാണ് ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ശൈഖുനാ ഖാദിബുൽ ഉസ്താദ് അവറുകൾ ബഹുമാനപ്പെട്ടവർ എപ്പോഴും എവിടെ വെച്ചും പ്രസംഗിക്കുമ്പോൾ ഊന്നി പറയുന്ന ഒരു കാര്യമാണ്, ഭീകരവാദം പാടില്ല, തീവ്രവാദം പാടില്ല. ഭീകരതക്കും തീവ്രതക്കും അക്രമത്തിനുമെതിരെ ശബ്ദിക്കുന്നവരാണ് ഖാദിബുൽ ഉസ്താദ് അവറുകൾ. അതുപോലെ തന്നെ ആഗോളവേദിയിലും മറ്റുമൊക്കെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം വളരെ കൃത്യമായിട്ട് ഊന്നിപ്പറയുന്നവരാണ് ഷെയ്ഖ് ഉമർ ഹഫീദ് തങ്ങൾ. ഇവിടെയും ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അബദ്ധത്തിലോ മറ്റൊരാളെ കൊല ചെയ്തു പോയാൽ പകരം കൊല്ലുന്നതിന് പകരം അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെ ഇവർക്ക് മാപ്പ് നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ദിയാദനം സ്വീകരിച്ചോ മറ്റോ കൊലപാതകയ്ക്ക് മാപ്പ് നൽകി അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വളരെയധികം വലിയ മോട്ടിവേഷനാണ് ഇസ്ലാം നൽകുന്നത്. അങ്ങനെ മാപ്പ് നൽകലാണ് ഉത്തമം എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആ കുടുംബത്തെ പ്രതിക്ക് മാപ്പ് നൽകാൻ പ്രേരിപ്പിക്കുന്ന ഇടപെടലുകൾ നടത്താനും ഇസ്ലാം വളരെയധികം വലിയ മോട്ടിവേഷനാണ് നൽകുന്നത്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാ റുഫിയ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസുൻ ഖത്തുൻ ഇല്ലാ അമറ ഫീഹി ബിൽ അഫ്വി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വധശിക്ഷയുടെ ഏത് വിഷയം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ട കുടുംബത്തെ വിളിച്ചുകൊണ്ട് കൊലപാതകയ്ക്ക് മാപ്പ് നൽകാൻ വേണ്ടി ഇടപെടൽ നടത്തുമായിരുന്നു. അങ്ങനെ ഇടപെടാത്ത ഒറ്റ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹദീസ് കാണിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തെ പരമാവധി മോട്ടിവേറ്റ് ചെയ്ത് ആ കൊലപാതകിയായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നത് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്. ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിലൂടെ പകർത്തുകയും അത് കോടിക്കണക്കിന് അനുയായികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാദിബുൽ ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന തരത്തിൽ ആഗോളതലത്തിൽ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് സജീവമാണ്. അതുപോലെ ആഗോള സൂഫി പണ്ഡിത നേതൃനിരയിലുള്ള ഉമർ ഹഫീദ് തങ്ങളും ഇസ്ലാമിക അധ്യാപനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിമിഷപ്രിയയുടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ ഈ വാർത്ത ഒന്നുകൂടെ പ്രസക്തമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുണ്ട്. എക്സ് മുസ്ലിമീങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്ന ചില കക്ഷികൾ ഇസ്ലാം വിരുദ്ധത നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയും ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും ആരോപിക്കാൻ കച്ചകെട്ടിയിറങ്ങുകയും ഇവിടെ നിൽക്കുന്ന സാമൂഹിക മതസൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് വർഗീയ വിഷം കുത്തി നിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയവാദികൾ നമ്മുടെ കേരളീയ പശ്ചാത്തലവും മലീമസമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ ഒരു അമുസ്ലിം സഹോദരിക്ക് വേണ്ടി മുസ്ലിം പണ്ഡിതൻ അവസാനമായി മറ്റുള്ള സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടിടത്ത് ഇടപെടുക എന്നത് ഒരു വലിയ വാർത്തയായി മാറുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. വാസ്തവത്തിൽ നമ്മുടെ കേരളീയ സാഹചര്യവും കേരളീയ ചരിത്രവും പഠിച്ചു നോക്കിയാൽ ഇത്തരം ധാരാളം ഇടപെടലുകൾ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. അവിടെ
മതപരമായ വിവേചനമില്ല, മറ്റു സംഘടനാപരമായോ മറ്റേതെങ്കിലും നിലക്കുള്ള ഒരു വിവേചനവും അത്തരം ഇടപെടലുകളിൽ ഉണ്ടാകാറില്ല. അത് ഇസ്ലാമിൻ്റെ ശൈലിയുമല്ല. പരമാവധി എല്ലാവർക്കും ഗുണം ചെയ്യുക, എല്ലാവരെയും സഹായിക്കുക, സഹകരിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിലപാട്. തൻ്റെ നാട്ടുകാർ, കൂട്ടുകാർ, അയൽവാസികൾ ഇവരൊക്കെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും അവർക്കൊക്കെയും കഴിയുന്ന അത്രയും സഹായം ചെയ്തു കൊടുക്കുകയും കഴിയുന്ന പോലെ അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള നയനിലപാട് തന്നെ. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അയൽവാസി ഏത് മതക്കാരനാകട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും വിശ്വാസി എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കണമെന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനങ്ങൾ. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആശയങ്ങൾക്കെതിരെ അതിനെ തടസ്സമാകുന്ന, അതിന് ഭീഷണിയാകുന്ന ഏത് തരത്തിലുള്ള ആശയങ്ങളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് മതത്തിൻ്റെ പുറത്തു നിന്നാണെങ്കിലും അകത്തു നിന്നാണെങ്കിലും ശരി. വർഗീയതയും വംശീയതയും ഇവിടെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും കളങ്കം സൃഷ്ടിക്കാൻ പലപ്പോഴും മുസ്ലിമുകൾ എന്നറിയപ്പെടുന്ന ഇസ്ലാം വിരുദ്ധത ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ആ ടീം നന്നായി ശ്രമിക്കാറുണ്ട്. അതുപോലെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വർഗീയവാദികൾ ശ്രമിക്കാറുണ്ട്. അവരോടെല്ലാം അതിശക്തമായിട്ടുള്ള വിയോജിപ്പാണ് കാന്തപുരം ഉസ്താദുകൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനവും സ്വീകരിച്ചിട്ടുള്ളത്. എക്കാലവും അങ്ങനെ തന്നെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മതത്തിൻ്റെ അകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. വഹാബിസത്തിനെതിരെ ശക്തമായ നിലപാടാണ് ഉസ്താദ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. കൊട്ടപ്പുറം സംവാദം വളരെ പ്രസിദ്ധമാണ്. വഹാബിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം വഹാബിസം എന്നത് ആശയപരമായി ഒരു ഭീകരവാദത്തിൻ്റെ പശ്ചാത്തലമാണുള്ളത്. അവരുടെ ആശയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഭീകരതയിലാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അംഗീകരിക്കാൻ കാന്തപുരം ഉസ്താദിൻ്റെ പ്രസ്ഥാനമോ തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാം, ഈ ഇടയ്ക്ക് നന്നായിട്ട് ചർച്ച നടന്നു കഴിഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും തുരങ്കം സൃഷ്ടിക്കുന്ന തരത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അത്തരം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ആശയപരമായി സന്ധിയാക്കാൻ ഉസ്താദിന്റെ പ്രസ്ഥാനവും ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ചരിത്രം, സൂഫികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മമ്പുറന്നങ്ങള്, ഉമർ ഖാദി, സൈനുദ്ദീൻ മഖ്ദൂമുമാര് ഇവരൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി വൈദേശിക ശക്തികളോട് പോരാടുകയും അതിന് പ്രചോദനം നൽകുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തവരാണ്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേതൃപരമായി പങ്കുവഹിച്ചവരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സൂഫികൾ. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഒരു മതരാഷ്ട്രവാദത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് നിലവിൽ വരുന്ന കള്ളത്തുരീഖത്തുകാർ. കള്ളത്തുരീഖത്ത് എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിന് ഭീഷണിയാണ്, നാടിന് ഭീഷണിയാണ്, നമ്മുടെ സൗഹാർദ്ദാന്തരീക്ഷത്തിന് ഭീഷണിയാണ്. അത്തരം കള്ളത്തുരീഖത്തുകാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് എല്ലാ അർത്ഥത്തിലും അപകടകരമായതുകൊണ്ട് അതിനോടും കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനവും എന്നും ആശയപരമായ സമരത്തിൽ തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ നാടിൻ്റെയും അതുപോലെ സമൂഹത്തിൻ്റെയും നന്മക്കും സൗഹാർദ്ദത്തിനും വേണ്ടി കഴിയുന്ന ഇടപെടലുകൾ നടത്തുക എന്നത് ഉസ്താദവറുകളും ഉസ്താദിന്റെ പ്രസ്ഥാനവും എന്നും സ്വീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഈ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. ഉസ്താദ് വിശ്വസിക്കുന്ന മഹത്തായ ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ്, അത് ഇസ്ലാമിൻ്റെ നയനിലപാടുകളാണ്. വധശിക്ഷ എന്നത് മനുഷ്യന്റെ ജീവന് വലിയ മൂല്യം കൽപ്പിക്കുന്നത് കൊണ്ട് അത്തരം തെറ്റുകളിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടിയും സഹജീവികളെ കൊല്ലുന്നതിൽ നിന്ന് മനുഷ്യനെ പരമാവധി അകറ്റി നിർത്താൻ വേണ്ടി ഇസ്ലാം വെച്ചിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ്. അത് മനുഷ്യജീവന് അത്രമേൽ പ്രാധാന്യം ഇസ്ലാം നൽകിയതുകൊണ്ടാണ് അത്തരം ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട അല്ലെങ്കിൽ അത്തരം ശിക്ഷയെ നേരിടേണ്ടി വരുന്ന ആളുകളെ അവർക്ക് മാക്സിമം രക്ഷപ്പെടാനുള്ള വഴികളും ഇസ്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ദിയാദനം വാങ്ങി കുടുംബങ്ങൾക്ക് അവരെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പരമാവധി
പണം വാങ്ങാതെ തന്നെ മോചിപ്പിക്കുക എന്ന ഓപ്ഷൻ ഇസ്ലാം വെച്ചിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ സൗന്ദര്യമാണ് എന്നത് മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പുറത്തുനിന്ന് ഇസ്ലാം ഭീകരതയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത ചില ആരോപണങ്ങൾ ഉയർത്തി ഇസ്ലാമിൻ്റെ പേരിൽ ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കുകയും ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അതെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന വർഗീയവാദികളും അവരൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യം പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ ഒരു സാഹചര്യവും ചർച്ചകളുമൊക്കെ മഹത്തായ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ പഠിക്കാൻ എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.